പരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ സഹകരിക്കാൻ പ്രതിപക്ഷം. പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചർച്ചയുമായി സഹകരിക്കുമെന്നാണ് വിവരം. ഒരാഴ്ചത്തെ ആവർത്തിച്ചുള്ള തടസ്സങ്ങൾക്ക് ശേഷം ലോക്സഭയിലെ സ്തംഭനം അവസാനിപ്പിക്കാൻ സർക്കാരും പ്രതിപക്ഷവും തിങ്കളാഴ്ച ധാരണയിലെത്തി. ചൊവ്വാഴ്ച മുതൽ 2026 പൊതുപരീക്ഷകൾ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം നൽകിയ 1 മാസത്തിലേറെ നീണ്ട പ്രതിഷേധത്തെ തുടർന്ന് ശനിയാഴ്ച ധർമ്മേന്ദ്ര പ്രധാന വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ചതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ആവർത്തിച്ച് നിർത്തിവെച്ചിട്ടും സ്പീക്കർ ഓം ബിർളയും സർക്കാർ ഫ്ലോർ മാനേജർമാരും നയിച്ച 1 ദിവസത്തെ തിരശ്ശീലയ്ക്ക് പിന്നാലെ ചർച്ചകൾക്ക് ശേഷമാണ് തിങ്കളാഴ്ച വഴിത്തിരിവായത്. ബില്ലിൽ ചർച്ച നടത്തണമെന്ന് സഭയിൽ ആവർത്തിച്ച് അഭ്യർത്ഥിച്ച ബിർള ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെ 3 മണിക്കൂർ നിർത്തിവെച്ച സമയത്ത് പാർട്ടി വ്യത്യാസമില്ലാതെ സഭാ നേതാക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു. സർക്കാർ സഭാ മാനേജർമാർ ഒരേ സമയം പ്രതിപക്ഷ നേതാക്കളെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. വൈകുന്നേരത്തോടെ ബിൽ ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചു. സർക്കാർ മറുപടി നൽകുന്നതിന് മുൻപ് അംഗങ്ങൾ ഭേദഗതികൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നതായും ചൊവ്വാഴ്ച ബിൽ ചർച്ച ചെയ്യാൻ പാർട്ടി സമ്മതിച്ചതായും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച പാർലമെന്റിൽ വീണ്ടും 1 ദിവസത്തെ ബഹളത്തിന് ശേഷമാണ് ഈ വഴിത്തിരിവുണ്ടായത്. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി, രാമക്ഷേത്ര സംഭാവന വിവാദം എന്നീ 2 വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന്റെ മഗർദ്വാറിൽ പ്രതിഷേധിച്ചതോടെയാണ് ദിവസം ആരംഭിച്ചത്. ഇരുസഭകളും സമ്മേളിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മറ്റ് ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികളിൽ നിന്നുള്ള എംപിമാർ എന്നിവർ പ്രകടനത്തിൽ പങ്കുചേർന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി. ആവർത്തിച്ചുള്ള തടസ്സങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉച്ചയ്ക്ക് 2026 പൊതുപരീക്ഷകൾ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിച്ചപ്പോൾ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ് ബില്ലെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ബിർള സമവായത്തിനായി പുതിയൊരു അഭ്യർത്ഥന നടത്തി. പേപ്പർ ചോർച്ചയും സംഘടിത പരീക്ഷാ തട്ടിപ്പും തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അംഗങ്ങൾ 91 ഭേദഗതികൾ സമർപ്പിച്ചതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ചർച്ചയ്ക്കായി 6 മണിക്കൂർ നീക്കിവെച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ സമയം അനുവദിക്കാമെന്നും പറഞ്ഞു. തുടർന്ന് ട്രഷറി ബെഞ്ചുകളും പ്രതിപക്ഷ ബെഞ്ചുകളും തമ്മിലുള്ള കൂടിയാലോചനകൾ സാധ്യമാകുന്നതിനായി അദ്ദേഹം സഭ വൈകുന്നേരം 5 മണിവരെ നിർത്തിവെച്ചു. ബില്ലിൽ നിരവധി ഭേദഗതികൾ അവതരിപ്പിച്ചിട്ടും പ്രതിപക്ഷം ചർച്ച തടയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സ്പീക്കറുടെ അപ്പീലിനെ പിന്തുണച്ചു. എന്നിരുന്നാലും വൈകുന്നേരം 5 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം തുടർന്നു. സീറ്റ് വിവാദത്തിന് ശേഷം കോൺഗ്രസും സഖ്യകക്ഷികളും ആവശ്യപ്പെട്ട നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ച തടയുകയാണെന്ന് റിജിജു ആരോപിച്ചു. എല്ലാ അംഗങ്ങളും നന്നായി തയ്യാറാണ് എത്തിയിരിക്കുന്നത്. നിരവധി പ്രതിപക്ഷ അംഗങ്ങൾ ഭേദഗതികൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസും സഖ്യകക്ഷികളും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ലിനെ കുറിച്ചുള്ള ചർച്ച മനഃപൂർവ്വം തടയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ യുവാക്കൾ പാർലമെന്റിനെ ഉറ്റുനോക്കുന്നുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.